എല്ലുമുറിയെ പണിയെടുത്താ കൈ നിറയെ റോസാപ്പ് പിടിക്കാം. എങ്ങനെയുണ്ട്? കമോൺ എവരോടി, നമുക്കിത് ഉണ്ടാക്കി നോക്കാം. വൈറലായി അങ്ങ് ഉച്ചിയിലെത്തി നിന്നിട്ടും ഇതുവരെ ഉണ്ടാക്കി നോക്കാത്ത സാധനമാണ് നമ്മൾ ഇന്ന് ഉണ്ടാക്കി നോക്കാൻ പോകുന്നത്. ടിഷ്യൂ പേപ്പർ റോസ് ഫ്ലവേഴ്സ്. ഇതേപോലെ മടക്കിയിട്ട് വട്ടത്തിൽ മുറിച്ചെടുത്താൽ ഇതേപോലെ ലാഭമായിട്ട് ഒന്നിൽ നിന്ന് 4, 5 എണ്ണം എടുക്കാം. പക്ഷേ മണ്ടത്തരം കാണിക്കുന്നതിനൊക്കെ ഒരു അതിരില്ലേ? ഇവിടെ നിന്റെ മണ്ടത്തരത്തിന്റെ ചുരുൾ അഴിയുകയാണ്. റെഡ് പെയിന്റ് എടുക്കാനില്ല എന്നും പറഞ്ഞുകൊണ്ട് കുത്തിയിരുന്ന് ബ്രഷ് പെയിൻസ് വെച്ചിട്ട് അങ്ങ് സൈഡ് മുഴുവൻ അത്ര എണ്ണത്തിന്റെ വരച്ചെടുത്ത് ഉപ്പാട് വന്നു. റെഡ് പെയിന്റ് ഇല്ലെങ്കിൽ വേറെ ഏതെങ്കിലും കയ്യിലുള്ള പെയിന്റ് കുറച്ച് വെള്ളം കലർത്തി അതിന്റെ അറ്റം ഒന്ന് മുക്കിയെടുത്താൽ തീർന്നില്ലേ എന്ന് ബുദ്ധിയുള്ളവർ വിചാരിക്കും. പക്ഷെ ഞാൻ വിചാരിക്കില്ല. എന്നിട്ട് ഒടുക്ക എന്തായി? കുത്തിയിരുന്ന് വരച്ചതിനേക്കാൾ എനിക്ക് ഇഷ്ടപ്പെട്ടതേ പെയിന്റ് മുക്കിയെടുത്ത സാധനം. നിങ്ങൾക്ക് അത് ഇഷ്ടപ്പെട്ടതെന്ന് പറയണേ. എന്തായാലും നിങ്ങൾ ചെയ്യുമ്പോൾ ഇങ്ങനെ ചെയ്യരുത് കേട്ടോ. കാരണം ഭയങ്കര ടൈം കൺസ്യൂമിംഗ് ആണ്. ഈ സാധനം ബാക്കി ചെയ്യണോ വേണ്ടിയോന്ന് വരെ നിങ്ങൾ ചിന്തിച്ചു. വട്ടത്തിലെ ടിഷ്യൂ ഇതേപോലെ മുറിച്ചെടുത്തതിന് ശേഷം കുറച്ച് വെള്ളത്തിൽ കുറച്ച് പെയിന്റ് കലർത്തുക. എന്നിട്ട് ഈ സൈഡ് മാത്രം മുക്കി കൊടുത്ത് അങ്ങ് കളറാക്കി എടുക്കുക. അത് മാത്രമല്ല, പെയിന്റ് ഉണങ്ങി കഴിയുമ്പോൾ ഭയങ്കര ഒറിജിനാലിറ്റി തോന്നും. ആ ഒരു ഒറിജിനാലിറ്റി ഇതേപോലെ ബ്രഷ് വെച്ച് വരച്ചാൽ കിട്ടില്ല. അത് നിങ്ങൾക്ക് ലാസ്റ്റിൽ മനസ്സിലാവും. ഞാൻ ഈ ആദ്യം ചെയ്ത റെഡ് ഫ്ലവറിന്റെ കാര്യത്തിൽ മണ്ടത്തരമാണെന്ന് എനിക്ക് മനസ്സിലായത് പോലും ആ ഒരു ലാസ്റ്റിലത്തെ വർക്ക് കണ്ടതിന് ശേഷമാണ്. ഞാനിവിടെ ഇതേപോലെ സ്കെച്ച് വെച്ച് വരച്ചതും ചെയ്യുന്നുണ്ട്, അല്ലാതെ തന്നെ നേരത്തെ പറഞ്ഞ ഐഡിയയിൽ എളുപ്പത്തിൽ പെയിന്റ് മുക്കിയെടുത്തും ചെയ്യുന്നുണ്ട്. എന്തായാലും രണ്ടിൽ ഏതാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതെന്നൊന്ന് പറയണേ. പക്ഷേ ഇതിങ്ങനെ പൊക്കിയെടുക്കുമ്പോൾ കിട്ടുന്ന ഒരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. നമുക്ക് കിട്ടുമോ ഇല്ലയോ എന്നൊക്കെ പേര് തോന്നും, എങ്കിലും അങ്ങ് ഉണങ്ങി കഴിയുമ്പോൾ പൊക്കണം. ഇപ്പൊ മനസ്സിലായില്ലേ ആ വ്യത്യാസം എന്താന്ന്? ഒന്ന് നോക്കിക്കേ, ഈ പിങ്ക് ഫ്ലോറും ആ റെഡ് ഫ്ലോറും തമ്മിൽ ഏതാണ് കാണാൻ ഭംഗി, ഏതാണ് കൂടുതൽ ഒറിജിനൽ ആയിട്ട് തോന്നുന്നത്? എനിക്ക് ആ പിങ്ക് കണ്ടിട്ട് നമ്മുടെയൊക്കെ നാട്ടിൽ പണ്ട് പറയില്ലേ, നിറം മാറുന്ന ഒരു മാജിക് റോസ് എന്നാണ് ഞങ്ങളുടെ നാട്ടിൽ പറയാറ്. നിങ്ങളുടെ നാട്ടിൽ എന്താ പറയാന്നറിയില്ല. ഉച്ചയ്ക്കൊരു കളർ, വൈകിട്ടൊരു കളർ, രാത്രിയിലൊരു കളർ. ആ ഒരു സാധനങ്ങൾക്കാണ് എനിക്ക് തോന്നിയത്. അത്രയ്ക്ക് ഭംഗിയായിരുന്നു. നേരിട്ട് കാണാൻ ഇതിനേക്കാളും രസമാണ്. പക്ഷേ റെഡ്, അത് കണ്ടാലേ പറയും മണ്ടത്തരത്തിന്റെ അയ്യരാണെന്ന്. ഇനി പറയും, നിങ്ങൾ ഏത് മെത്തേഡായിരിക്കും ട്രൈ ചെയ്യുക? സ്കെച്ചാണോ അതോ പെയിന്റ് ആണോ? പെയിന്റ് ചെയ്യുന്നതായിരിക്കും നല്ലതെന്നാണ് എന്റെ ഒരു അനുഭവത്തിൽ ഞാൻ പറയുന്നത് കേട്ടോ. നമ്മളെടുത്ത ആ ഒരു സർക്കിൾ ഷേപ്പ് ഇച്ചിരി വലുതായതുകൊണ്ട് തന്നെ നമ്മുടെ റോസാപ്പൂവും ഇച്ചിരി വലുതാണ്. സോ കമ്പിൽ കൊത്തി നിർത്താൻ എനിക്ക് അത്ര ധൈര്യം ഉണ്ടായില്ല. അതിനേക്കാളും എനിക്ക് ഇതാണ് ഇഷ്ടപ്പെട്ടത്. ഞാൻ ഇതേപോലെ ഒരു ഗ്ലാസ്സിൽ അങ്ങ് വെച്ചു. അപ്പൊ ലൈക്ക് ചെയ്യാനും ട്രൈ ചെയ്ത് നോക്കാനും മറക്കണ്ട. ബായ്.